ഇന്ന് വളരെ നേരത്തെ തന്നെ നമ്മൾ എണീച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളെ ജിമ്മിന് പോകുന്ന ടൈം ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ രാവിലെ പോകാൻ കരുതിയിട്ടാണ് നേരത്തെ എണീച്ചത്. പോകാനായിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഉമർ അവിടെ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ നേരെ ഉമറിന്റെ അടുത്തേക്ക് രണ്ട് വർത്താനം പറയാമെന്ന് വിചാരിച്ചു പോയി. കാലാവസ്ഥയെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ നേരെ ഉമറിന്റെ അടുത്ത് പോയിട്ട് ഉമറിനോട് ചോദിക്കുക. ഉമറിന് കറക്റ്റ് ഇവിടുത്തെ കാലാവസ്ഥകൾ എങ്ങനെയാ എന്തൊക്കെയെന്നൊക്കെ അവൻ പറഞ്ഞു തരും. ചൂട് കുറച്ച് ദിവസം കൂടി ഉള്ളൂ എന്നാണ് ഉമർ പറയുന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ചൂട് കുറവുണ്ടെന്നും പറഞ്ഞു. അല്ലെങ്കിലും ഭൂമിയെ തൊട്ട് പണിയെടുക്കുന്നവന് തിലകചേട്ടൻ പറയുന്ന പോലെ ഭൂഗോളത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാൻ കഴിയും. ഉമറുമായില്ല കത്തിയടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ജിമ്മിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. നമ്മൾ ഏതൊരു വഴിക്ക് പോവുകയാണെങ്കിലും നേരത്തെ ഇറങ്ങും. പക്ഷെ മണവാട്ടി ഇറങ്ങണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. എല്ലാ റൂമിലും കാണും ഒരു മണവാട്ടി. ബോട്ടിൽ നിറയെ എനർജി ഡ്രിങ്ക് ഓടിച്ച് നമ്മൾ നേരെ കാതർബായുടെ തട്ടുകടയിലേക്ക് പുറത്തുനിന്ന് വാങ്ങിയ പഴവും കാതർബായുടെ അടുത്ത് പോയിട്ട് മുട്ട പുഴുങ്ങിയതും കഴിച്ചു. നമ്മുടെ റൂം ഗ്രാമപ്രദേശത്താണെങ്കിലും നമുക്ക് നമ്മളെ ജിമ്മിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് യാത്ര മാത്രം. രാവിലെ ആയതുകൊണ്ട് തന്നെ ജിമ്മിൽ വലിയ തിരക്കൊന്നും കാണുന്നില്ല. സാധാരണ നമ്മൾ രാത്രിയാണ് വരാറ്. രാത്രി വന്നു കഴിഞ്ഞാൽ ജിമ്മിൽ നല്ല തിരക്കായിരിക്കും. 2-3 ദിവസമായിട്ട് നമുക്ക് രാത്രി ജിമ്മിൽ വരാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരെ സമയം മാറ്റി പിടിച്ചത്. എന്താണെന്നറിയില്ല, ജിമ്മിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവി കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് തന്നെ സംസാരിക്കാനുണ്ടാവും. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ടും കൊട്ടിക്കലാശവും പൂരപ്പുറപ്പാടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. 2-3 ദിവസമായിട്ട് നമ്മൾ കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ 2 ദിവസം വീഡിയോ ഒന്നും നമുക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. എന്താ പറയണ്ടേ, വീഡിയോയുടെ ലാസ്റ്റ് എന്താ പറയണ്ടേ? കൂടെ കൂട്ടണേന്നോ?